ഹലോ എവറി വൺ. അപ്പോൾ ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയുടെ കരിയർ ഗൈഡൻസ് സീരീസ് വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം. +2 ഒക്കെ കഴിഞ്ഞ് കൊമേഴ്സ് ഫീൽഡിൽ ഏതാണ് ബെസ്റ്റ് കരിയർ എന്നാലോചിച്ച് തല പോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ ഓൾറെഡി നിങ്ങൾ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടാവും ഏത് കോഴ്സാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. ആ സമയത്ത് എല്ലാവരും അവസാനം വന്ന് നിൽക്കുന്നത് മിക്കവാറും 2 പേരുകളിലായിരിക്കും. ഒന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി അഥവാ CA, പിന്നൊന്ന് CMA ഇന്ത്യ അഥവാ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി. ആൻഡ് ഇതിനോടൊപ്പം തന്നെ ഈ 2 കോഴ്സുകളും തമ്മിൽ എന്താണ് വ്യത്യാസം, ഏതാണ് എടുക്കേണ്ടത്, എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട് തുടങ്ങിയ 1000 കൺഫ്യൂഷൻസും നിങ്ങളുടെ മനസ്സിലുണ്ടാവും, ശരിയല്ലേ? അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ 2 കോഴ്സിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. വീഡിയോ കുറച്ച് ലെങ്തിയർ ആയിരിക്കും, പക്ഷേ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് പിക്ചർ കിട്ടും ഈ 2 കോഴ്സിനെ കുറിച്ചും. ഇതിലേതൊരു കോഴ്സാണ് നിങ്ങൾക്ക് ചേരുക എന്നുള്ളതിന്റെ ഉത്തരം ഈ വീഡിയോ കിട്ടിയിരിക്കും. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CA CMA ഇവരുടെ ജോലി എന്തൊക്കെയാണ്, എന്താണ് ഇവരുടെ ഒരു പഠന രീതി, സിലബസും എക്സാംസും എത്രത്തോളം ടഫാണ് അല്ലെങ്കിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഈ 2 കോഴ്സിന്റെയും ട്രെയിനിങ്ങുകൾ എങ്ങനെയൊക്കെയാണ്, കോഴ്സ് തീരാൻ എത്ര സമയമെടുക്കും, ഇവർക്ക് കിട്ടുന്ന പവർ എങ്ങനെയൊക്കെയാണ്, ഈ കോഴ്സുകളെ കുറിച്ചുള്ള A to Z വിവരങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. സോ വൺസ് അഗൈൻ വെൽക്കം. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. CA ആണെങ്കിലും CMA ആണെങ്കിലും പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് സ്കോളർഷിപ്പോടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയുടെ CCAT സ്കോളർഷിപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. ടോപ്പറായി വന്നു കഴിഞ്ഞാൽ 100% സ്കോളർഷിപ്പാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഗ്യാരണ്ടീഡ് സ്കോളർഷിപ്പും ഉണ്ട്. ഈ സ്കോളർഷിപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ആൻഡ് ഓൾസോ ഇനിയിപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടും എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള കരിയർ കൗൺസിലേഴ്സിനോടോ നേരിട്ട് സംസാരിക്കണം, ഫോണിലൂടെയോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെയോ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. വി വിൽ കോൾ യു ആൻഡ് എല്ലാ സംശയങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ പാരൻസിനോട് തീർത്തു തരാം. നമുക്ക് ഈ 2 കോഴ്സും കഴിഞ്ഞിറങ്ങുന്ന 2 ആളുകൾ എന്തൊക്കെ ജോലികളേക്കും ചെയ്യുന്നുണ്ടാവുക, എന്താണ് ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ജോബ് റോളിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ CAയുടെ റോൾ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ വിശകലനം ചെയ്യലാണ് എന്ന് പറയാം. ഞാൻ സിമ്പിളാക്കി പറഞ്ഞു തരാം കേട്ടോ. അതായത് കഴിഞ്ഞ ഒരു വർഷം കമ്പനി നടത്തിയിട്ടുള്ള ഇടപാടുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഓഡിറ്റിംഗ് ആണ് ഇവരുടെ മെയിൻ പരിപാടി, അല്ലെങ്കിൽ കോർ ഏരിയ എന്ന് പറയാം. അപ്പം ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട ടാക്സുകൾ ഉണ്ട് അല്ലേ, GST ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളും ഇവർ വിശദമായിട്ട് നോക്കുന്നുണ്ടാവും. നേരെ മറിച്ച് ഒരു CMAയിലേക്ക് വരുമ്പോൾ കഥ മാറും. ഇവർ ബിസിനസിന്റെ ഭാവിയെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര രൂപ ചെലവാകും, ആ ചെലവുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ കമ്പനിയുടെ ലാഭം കൂട്ടാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് ഇവരുടെ മെയിൻ ഏരിയ, അല്ലെങ്കിൽ കോസ്റ്റിങ്ങും മാനേജ്മെന്റുമാണ് ഇവരുടെ ഏരിയ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സിമ്പിളായി പറഞ്ഞേ ഉള്ളൂ. ഒരു CAയുടെയും CMAയുടെയും ജോബ് റോൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ഹ്യൂജ് ആണ്. ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിനുള്ള ചെറിയ 2 കാര്യങ്ങൾ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 2 കോഴ്സുകളും പഠിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ജോലി കിട്ടുക എന്നുള്ളതാണ്. സാധാരണയായി ഒരു CA പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലുള്ളത് ബാങ്കിങ് മേഖലയിലും വമ്പൻ ഓഡിറ്റിംഗ് ഫേംസിലും പിന്നെ ടാക്സ് കൺസൾട്ടൻസി ഫേംസിലൊക്കെയാണ്. എന്നാൽ ഒരു CMA ക്വാളിഫൈഡ് ആളുടെ പ്രധാന മേഖല എന്ന് പറയുന്നത് വൻ മാനുഫാക്ചറിംഗ് കമ്പനീസിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും പിന്നെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെയാണ്. ഇവർക്ക് കോസ്റ്റ് മാനേജേഴ്സ് ആയിട്ടായിരിക്കും ജോലി കിട്ടുക. ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും. CA CMA ഈ 2 ക്വാളിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിലേതിനാണ് ഏറ്റവും കൂടുതൽ പവർ അല്ലെങ്കിൽ ഗ്ലാമർ അല്ലെങ്കിൽ കൂടുതൽ അടിപൊളി എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ്സ് അപ് ടു യു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏത് കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ക്വാളിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ CAയ്ക്കും CMAയ്ക്കും ഏതാണ്ട് ഒരേ വാല്യൂ ആണ് ഗവൺമെൻറ് മുമ്പിലുള്ളത്. ഇവർ ചെയ്യുന്ന ജോലികളിൽ വ്യത്യാസമുണ്ട്, ഇവരുടെ സൈനിങ് അതോറിറ്റി വ്യത്യാസമുണ്ട്. പക്ഷേ ഈ 2 കോഴ്സുകളും റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ ആക്ട് വഴി രൂപീകൃതമായിട്ടുള്ള ഗവേണിംഗ് ബോഡീസ് ആണ്. CAയുടേത് ICAI എന്ന സ്ഥാപനവും CMAയുടേത് ICMAI എന്ന സ്ഥാപനവും. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ CMA എന്ന കോഴ്സിനേക്കാൾ കൂടുതൽ ആളുകൾ അവെയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ളത് CA എന്ന ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ CAക്ക് പല സ്ഥലങ്ങളിലും കുറച്ചധികം പ്രൊമിനൻസ് കിട്ടാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് ഒരിക്കലും ഈ കോഴ്സുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസത്തിന്റെ പുറത്തൊന്നുമല്ല. ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു ധാരണയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ 2 ക്വാളിഫിക്കേഷന്റെയും സൈനിങ് പവറിലെ വ്യത്യാസത്തെക്കുറിച്ച് പറയാം. ഇന്ത്യയിലെ ഏതൊരു വലിയ കമ്പനിയും വർഷാവസാനം അവരുടെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ അത് നിയമപരമായി ശരിയാണെന്ന് ഉറപ്പുവരുത്തുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒപ്പിടാനുള്ള പവർ ഒരു CAക്ക് മാത്രമാണ് ഇന്ത്യയിലുള്ളത്. അതേസമയം ഒരു മാനുഫാക്ചറിംഗ് കമ്പനി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവരുടെ നിർമ്മാണ ചെലവ് അഥവാ മാനുഫാക്ചറിംഗ് കോസ്റ്റ്
കൃത്യമാണ് എന്ന് പരിശോധിക്കുന്ന കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യയിൽ CMA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടരുടെയും സൈനിങ് പവർ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്, രണ്ടിനും ഇൻഫിനിറ്റ് പവറുമാണ്. ഇനി നമുക്ക് ഈ കോഴ്സുകൾ പഠിച്ച് തീരാൻ ഏതൊക്കെ ലെവലുകളൂടെ കടന്നു പോകണം, എന്താണ് ആ കാര്യത്തിൽ ഈ രണ്ട് കോഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നോക്കാം. നിങ്ങൾ CA ആണ് പഠിക്കുന്നതെങ്കിൽ 3 ലെവലുകളാണുള്ളത്. CA ഫൗണ്ടേഷൻ, CA ഇൻ്റർമീഡിയറ്റ്, പിന്നെ CA ഫൈനൽ. ഇനി CMAയിലേക്ക് വരുമ്പോൾ അവിടെയും 3 ലെവലുകളാണ് ഉള്ളത്. CMA ഫൗണ്ടേഷൻ, CMA ഇൻ്റർമീഡിയറ്റ്, CMA ഫൈനൽ എന്നീ ലെവലുകളിൽ. ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CMA ഫൗണ്ടേഷൻ എഴുതി മാത്രമല്ല ഒരു +2 കഴിഞ്ഞ ആൾക്ക് CMAയിലേക്ക് കടക്കാൻ പറ്റുന്നത്. CMA CAT എന്ന് പറഞ്ഞ റൂട്ട് കൂടിയുണ്ട്. CATൻ്റെ ഫുൾ ഫോം സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻസ് എന്നാണ്. CMA ഫൗണ്ടേഷനിൽ നിങ്ങൾക്ക് 4 പേപ്പർ പഠിക്കാനുള്ളപ്പോൾ CMA CATൽ വെറും 2 പേപ്പേഴ്സ് മാത്രമാണ് പഠിച്ച് പാസ്സാവേണ്ടത്. CA ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾക്ക് 4 പേപ്പേഴ്സാണുള്ളത്. CMA ഫൗണ്ടേഷനിൽ നിങ്ങൾക്ക് 4 പേപ്പേഴ്സാണുള്ളത്. CATൻ്റെ കാര്യം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. ഇനി CA ഇന്ററിലേക്ക് വന്നാൽ അവിടെ 2 ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിലും 3 പേപ്പർ വീതം മൊത്തം 6 പേപ്പേഴ്സാണ് ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നത്. ഇതേ സമയം CMA ഇന്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ അവിടെയും 2 ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ മൊത്തം 8 പേപ്പേഴ്സ്, ഒരു ഗ്രൂപ്പിൽ 4 പേപ്പർ, മറ്റേ ഗ്രൂപ്പിൽ 4 പേപ്പർ, ഇങ്ങനെയാണ് ഇന്റർമീഡിയറ്റ് ലെവലിലെ പേപ്പേഴ്സിന്റെ കൗണ്ട് വരുന്നത്. ഫൈനൽ ലെവലിലേക്ക് പോകുമ്പോൾ എഗെയിൻ CAയിൽ 2 ഗ്രൂപ്പുകളുണ്ട്, 6 പേപ്പേഴ്സ്, ഗ്രൂപ്പ് 1ൽ 3 പേപ്പർ, ഗ്രൂപ്പ് 2ൽ 3 പേപ്പർ. CMAയിലേക്ക് പോകുമ്പോൾ ഫൈനൽ ലെവലിലും 2 ഗ്രൂപ്പുകൾ, പക്ഷേ മൊത്തം 8 പേപ്പേഴ്സാണുള്ളത്. ഗ്രൂപ്പ് 1ൽ 4 പേപ്പർ, ഗ്രൂപ്പ് 2ൽ 4 പേപ്പർ. അപ്പോൾ ഇൻ ടോട്ടൽ CAയിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ റൂട്ട് വഴി പോകുമ്പോൾ മൊത്തം 16 പേപ്പേഴ്സാണ് ഫൈനൽ ആകുമ്പോഴേക്കും വരുന്നത്. അതേസമയം CMAയിൽ പോകുമ്പോൾ മൊത്തം 20 പേപ്പറുകളാണ് വരുന്നത്. ഇനി ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 2 കോഴ്സും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ ടഫ്? ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് CA എന്ന് വന്നിട്ടുണ്ടാവും. എന്തുകൊണ്ട് CA? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആദ്യത്തെ ലെവൽ കൺസിഡർ ചെയ്യാം. CA ഫൗണ്ടേഷൻ, CMA ഫൗണ്ടേഷൻ. CATനെ കുറിച്ച് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യുന്നില്ല. അത് ഈസിയായിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അത്യാവശ്യം പഠിച്ചാൽ നിങ്ങൾ പാസ്സാവുന്ന കോഴ്സാണ്. ഒട്ടും പഠിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. നമുക്ക് CA ഫൗണ്ടേഷനും CMA ഫൗണ്ടേഷനും കമ്പയർ ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് CMA ഫൗണ്ടേഷൻ്റെ 4 പേപ്പറിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമാണുള്ളതെങ്കിൽ CAയിൽ 2 പേപ്പറിൽ MCQ അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും 2 പേപ്പർ ഡിസ്ക്രിപ്റ്റീവുമാണ്. നിങ്ങൾ വിശദമായി എഴുതി തന്നെ ഉത്തരങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഈ ഒരു കാരണം കൊണ്ടും പഠിക്കാനുള്ള വോളിയം എടുത്തു നോക്കുന്ന സമയത്തും നിങ്ങളുടെ കൂടുതൽ ഹാർഡ് വർക്കിൻ്റെ ആവശ്യം എടുത്തു നോക്കുന്ന സമയത്തും CA തന്നെയാണ് ഇവിടെ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ലെവലായ ഇന്ററിലേക്ക് വരുന്ന സമയത്തും ഒരു 100-80 റേഷ്യോയിലാണ് CA വേഴ്സസ് CMAയുടെ ടഫ്നെസ് ഇരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഫൈനലിലും ഇങ്ങനെ തന്നെയാണ്. ഇത് പാസ് പെർസെൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. CA ഇന്ററിന്റെ ലാസ്റ്റ് അറ്റംപ്റ്റിലെ പാസ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 1ൽ എഴുതിയവരിൽ പാസ്സായത് 9.43% ആളുകൾ മാത്രമാണ്. ഗ്രൂപ്പ് 2ലേക്ക് വരുമ്പോൾ 27.14%, ബോത്ത് ഗ്രൂപ്പും അറ്റംപ്റ്റ് ചെയ്ത് പാസ്സായ ആൾക്കാർ 10.06% ആളുകളുമാണ്. CMA ഇന്ററിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് 1 പാസ്സായത് 10.62% ആളുകളും ഗ്രൂപ്പ് 2 പാസ്സായത് 30.42% ആളുകളുമാണ്. ബോത്ത് ഗ്രൂപ്പ് അറ്റംപ്റ്റ് ചെയ്ത് പാസ്സായത് 13.75% ആളുകളുമാണ്. അടുത്തൊരു കൺഫ്യൂഷൻ ഡ്യൂറേഷനെ കുറിച്ചായിരിക്കും. എത്ര കാലം കൊണ്ട് ഈ ഓരോ കോഴ്സും പഠിച്ചു തീർക്കാം? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇവിടെയാണ് CMAക്ക് ചെറിയൊരു മുൻതൂക്കം ഉള്ളത്. അതായത് CA പൂർത്തിയാക്കാൻ ഏകദേശം 4.5 മുതൽ 5 വർഷം വരെ എടുക്കാറുണ്ട് +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക്. അതേസമയം CMAക്ക് വരുമ്പോൾ അത് 3.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവാം. +2 കഴിയുന്ന ആൾക്കാണ് ഈ 2 കോഴ്സിൻ്റെയും 3 ലെവലുകളിലൂടെ കടന്നു പോകേണ്ടത്. ഡിഗ്രി കഴിഞ്ഞു വരുന്ന ആൾക്കാർക്ക് ആദ്യത്തെ ലെവൽ വേണ്ട. അതായത് CMAയുടെ CATO ഫൗണ്ടേഷനോ ഇല്ലാതെ CMA ഇന്റർമീഡിയറ്റിലേക്ക് വരാം, CA ഫൗണ്ടേഷൻ ഇല്ലാതെ CA ഇന്ററിലേക്കും വരാം. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തോളം അവിടെ ലാഭിക്കുന്നുണ്ട്. അപ്പോൾ ഡ്യൂറേഷനിൽ ഒരു 6 months to 1 year സേവ് ചെയ്യാൻ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് സാധിക്കും. ഇനി നമുക്ക് കമ്പയർ ചെയ്യാനുള്ളത് ഈ 2 കോഴ്സുകളും പഠിക്കുന്നതിനിടയിൽ നിങ്ങൾ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ശരിക്കും ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആ ജോലി ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. CA പഠിക്കുമ്പോൾ 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് നിർബന്ധമാണ്. അത് ഫൈനലിന് മുമ്പ് തീർക്കുകയും ചെയ്യണം. എന്നാൽ CMAയുടെ കാര്യത്തിൽ 15 months ആർട്ടിക്കിൾഷിപ്പ് മാത്രമാണുള്ളത്. സാധാരണയായി ഇന്റർമീഡിയറ്റ് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ എക്സാമിന് മുൻപാണ് ഈ 15 month ട്രെയിനിങ് വരുന്നത്. അതായത് തിയറിക്കൊപ്പം തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ നോളജും കൂടെ നേടിയിട്ടാണ് ഫൈനൽ എഴുതാൻ പോകുന്നത്. ഇനി നമുക്ക് ഒരു കമ്പാരിസൺ കൂടി നടത്താൻ പറ്റുന്നത് ഈ കോഴ്സുകളുടെ ഓരോ ലെവലിലും വരുന്ന ടോപ്പിക്കുകൾ സിലബസ് വെച്ചിട്ടാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ട് നീണ്ടുപോകുന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ വേറൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നമ്മുടെ ട്രിപ്ലൈയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, triplyca.com. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ CA, CMA, CS, ACCA, CMA, USA കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് അതിൽ കാണാൻ പറ്റും. ഓരോ വെബ് പേജും പ്രത്യേകമായി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് സിലബസിന്, ആ പരീക്ഷകളുടെ സ്ട്രക്ചർ അറിയാൻ വേണ്ടിയിട്ട്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ. അപ്പോൾ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഓരോ കോഴ്സുകളും കമ്പയർ ചെയ്ത് അതിൻ്റെ സിലബസ് ഒക്കെ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെ ടോപ്പിക്കാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും എക്സാംസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പരീക്ഷകളുടെ എണ്ണം കണ്ട് പേടിക്കരുത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ, എഫേർട്ട് ഇട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ, അങ്ങനെ പഠിച്ച് പാസ്സാകുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയിൽ ഓരോ വർഷവും പുറത്തിറങ്ങുന്നുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഈ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയിൽ നിങ്ങളുടെ കൂടെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 CA ആൻഡ് CMA ഫാക്കൽറ്റി ടീമുണ്ട്. ഒപ്പം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്ത് തരാനും, മോക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യാനും, റിവിഷൻസ് കണ്ടക്ട് ചെയ്യാനും, മെന്റേഴ്സിനെ വെക്കാനും ഒക്കെ തന്നെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് അക്കാഡമിക് ടീമും ഉണ്ട്. അതും 80+ മെമ്പേഴ്സ് അടങ്ങുന്ന ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ ലീഡ് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ടീംസ്. ട്രിപ്പിൾ ഐയുടെ കൊച്ചി, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ക്യാമ്പസുകളിലും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാനും പറ്റുമെന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഈ 2 കോഴ്സുകളെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങൾക്ക് എത്ര കാലം ഇനിയും പഠിക്കാൻ സമയം കയ്യിലുണ്ട്, നിങ്ങൾ എത്രമാത്രം പഠിക്കാൻ റെഡിയാണ്, നിങ്ങൾക്ക് ഏത് മേഖലയിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ ഇൻവോൾവ് ആവാനാണ് താല്പര്യം, നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഇതിലൊരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ നിങ്ങളത് സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ എന്ത് ഡൗട്ട് വന്നാലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങളുടെ കരിയർ കൗൺസിലേഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളുടെ കരിയർ കൗൺസിലിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പാരന്റിനോ ഞങ്ങളെ കണക്ട് ചെയ്യാം. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രിപ്പിൾ ഐയുടെ CCAR സ്കോളർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. സ്കോളർഷിപ്പോടെ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ താഴെ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി +2 ശേഷമോ ഡിഗ്രിക്ക് ശേഷമോ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് വിശദമായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.